എടുത്തു പറയേണ്ടത് അശോകേട്ടന് ഒരു അസാധ്യം ട്രീറ്റ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും മുരുകൻ ഇഡ്ഡലി എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ ഞങ്ങളെല്ലാം വിളിച്ചുകൊണ്ട് പോയിട്ട് മുരുകൻ ഇഡ്ഡലി അവിടെ കൊണ്ടേ കൃഷ്ണഗിരി അവിടെ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആരും നിങ്ങളാരും വിശ്വസിക്കില്ല, എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കഴിച്ചോളാം. അങ്ങനെ ചിലർ ഇഡ്ഡലി വാങ്ങിച്ചു, ചിലർ ദോശ വാങ്ങിച്ചു, ഉപ്പുമാവ്, ഇങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു. അല്ല, ഒരു ട്രീറ്റ് ഒരാൾ ആദ്യമായിട്ട് തരല്ലേ. ഇഡ്ഡലി, ദോശ, ചമ്മന്തി, സാമ്പാർ. സാധാരണ എല്ലാം സ്പെഷ്യലാണ്. ഭയങ്കര ടേസ്റ്റി. അപ്പൊ അന്ന് അതെല്ലാം കഴിഞ്ഞപ്പം ജഗദീഷ് ഒരു കാര്യം പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞിട്ട് പ്രൊമോഷൻ വരുമ്പോൾ നമ്മളെല്ലാരെയും വിളിച്ചിട്ട് താജ് ഹോട്ടലിൽ ഡിന്നർ ചെയ്യുന്നു. ഈ പ്രൊമോഷൻ പ്രോഗ്രാം ഗംഭീര വിജയമാണെങ്കിൽ ഞാൻ താജ് ഹോട്ടലിൽ പോയി നിങ്ങൾക്ക് ട്രീറ്റ് തരാമെന്ന് പറഞ്ഞു. വിജയമാണോന്ന് നമുക്ക് എല്ലാ പ്രൊമോഷൻ കഴിയുമ്പോൾ തീരുമാനിക്കും. വൈകുന്നേരം തീരുമാനിക്കും. പ്രൊമോഷൻ വിജയമാണെന്ന് നമുക്ക് എല്ലാവരും പറയുകയാണെങ്കിൽ ഭൂരിപക്ഷം പറഞ്ഞാലും മതി. അല്ല, പറഞ്ഞാൽ കിട്ടില്ല. രേഖാമൂലം പറയണം എങ്ങനെ വിജയിച്ചു. അതൊരു പാരഗ്രാഫ് എഴുതി തരണം എനിക്ക്. ഒരു പാരഗ്രാഫ് എന്തുകൊണ്ട് ഇത് വിജയിച്ചു. ഓരോരുത്തരും മുരുകൻ രാജേഷ് കഴിച്ചില്ല. അശോകന് ഇത്ര ആൾക്കാർ വരുന്ന പ്രതീക്ഷയില്ലെന്ന് തോന്നുന്നു. ഇവിടെയാണ് കഥ. 5000 രൂപ ബഡ്ജറ്റ് ഇട്ടത്. 5000 ഇഡ്ഡലി ഇവിടെയൊക്കെയല്ലേ. പക്ഷെ ബില്ല് വന്നപ്പോ 10-12,000 രൂപ. കാരണം അവിടെ ഇരുന്ന് കഴിച്ചാൽ അശോകന്റെ പേര് ഇട്ടിട്ട് പോയി. വെജിറ്റേറിയൻ ഹോട്ടല്, നോൺ വെജ് ഹോട്ടൽ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചാൽ മറ്റേ അശോക് കണ്ണ് ഒന്നത് കണ്ടുന്നില്ല, അതിലൂടെ കണ്ണ് വെളിയിലോട്ട് ഇങ്ങനെ ഇത്. അപ്പൊ 12,500 രൂപ, ഒരു 5000-5500 രൂപ പ്രതീക്ഷ. രാജേഷ് പറഞ്ഞ അതൊരു കറക്റ്റ് ചോദ്യമാണ്. എന്തൊക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോ മനോജ് ചോദിക്കും, പൈസ ഉണ്ടോ, എടുത്തിട്ടുണ്ടോ, തയ്യാറാണോ ചോദിച്ചു. കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ എടുത്തിങ്ങനെ കാണിക്കുന്നുണ്ട് 5000 രൂപ. ഇവർക്കെല്ലാം സംശയമുണ്ട്. എനിക്ക് സംശയമുണ്ട്. പിന്നെ ഇത് അവസാനമുള്ള കാഴ്ച എന്ന് പറയുന്നത് വേറൊന്നുമില്ല. ഞങ്ങളെല്ലാം ഇറങ്ങി പോകുമ്പോൾ അവിടെ നിങ്ങൾ വയ്ക്കോ, ഞാൻ പേറ്റ് പൊയ്ക്കോ. ഞങ്ങൾ കാറ് കയറുമ്പോൾ അവിടുത്തെ ക്യാഷിലിരുന്ന ആളുടെ അടുത്ത് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാച്ചു. അത് ശരിയാ, ഇത്രയും കേട്ടോ. നമ്മളെ ചോദിച്ചപ്പോ എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് എന്ന് പറയുന്നത് ഓട്ടോഗ്രാഫി വെച്ചെന്ന്. ഞാൻ പറഞ്ഞു ഓട്ടോഗ്രാഫി വെച്ചെന്ന്. അശോക് അറിഞ്ഞിരുന്നു. അതെനിക്ക് മനസ്സിലായിട്ടില്ല. ഓട്ടോഗ്രാഫി വെച്ചിട്ട് അയാൾ ഓട്ടോഗ്രാഫിക്കും ഇങ്ങനെ മാത്രമല്ല, ഓട്ടോഗ്രാഫ് കണ്ടിപ്പാനപ്പുറയും എന്തിനു പറയുന്നത്. അല്ല, അതായത് ഫോട്ടോ ചോദിച്ചാ എന്റെ വഴിയെ പോയ ആൾക്കാരൊക്കെ കഴിച്ചാൽ അവിടെ ഇരുന്നവരെല്ലാം ഇട്ട് കൊടുക്കുന്നു ബില്ല്. അവിടെ നേരത്തെ കഴിച്ചോണ്ടിരുന്നവരെല്ലാം അന്നത്തെ ബില്ല് അവിടെ കഴിച്ചിട്ട് പോയ ആൾക്കാർ വന്നിട്ട് ബില്ല് വയ്ക്കുമ്പോഴേ എന്താ സാർ പെരിയ അവർ ട്രീറ്റ് പറഞ്ഞു. കുറെ പേർ ആഹാരം കൊടുക്കാൻ സാധിച്ചു എന്നുള്ള വലിയ ഭാഗ്യമല്ലേ. ശരിയല്ലേ? ഒരു സംഭവം, നല്ല സംഭവം, കർമ്മമല്ലേ ചെയ്തു. അത് ഒരു തെറ്റില്ല. അതിനെ ജഗദീഷേട്ടൻ നാളെ ചെയ്യാൻ പോകുന്നു. നാളെ ചെയ്യാം. അപ്പൊ അതാണ് നാളെ ചെയ്യാൻ പോകുന്നത്. സമയം എന്ന് പറയണേ അന്ന് മനോട്ട സമയം എന്ന് പറയാൻ കേട്ടോ. ഞാനും പ്രൊമോഷന്റെ ഭാഗമാണ്. ഇപ്പൊ വരാൻ എല്ലാവരും നിങ്ങൾ പ്രൊമോഷൻ നന്നായിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴേ എഴുതരുന്നു. വെറുതെ ഇല്ല, ഒരു പാരഗ്രാഫ്. ഞാൻ എന്തുകൊണ്ട് നന്നായി എന്റെ പ്രൊമോഷൻ പാരഗ്രാഫ് എഴുതരണം. എന്തുകൊണ്ട് 500 രൂപ പത്രത്തിൽ 500 രൂപ പത്രം എവിടെയും കഴിയുള്ള പൈസക്ക്. അല്ല, ഒരു പാരഗ്രാഫ് നന്നായിട്ട് എഴുതണം. ഒരു ഫുൾ പേജ് കൺവിൻസിംഗ് ആയിരിക്കണം. അതിന് ഞാൻ മാർക്കണം. അധ്യാപകൻ നിലയിൽ ഞാൻ മാർക്കണം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.